ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് കേരള ബാങ്കിൽ വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. 7ാം ക്ലാസ് മുതൽ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റ് ഉണ്ട്. കേരള PSC വഴിയാണ് പുതിയ വിജ്ഞാപനം വന്നിട്ടുള്ളത്. 9/4/2024 ഗസറ്റ് ഡേറ്റിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15/5/2024 വരെയാണ്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് ബാങ്ക് ലിമിറ്റഡ് കേരള ബാങ്കിലാണ് വിവിധ തസ്തികകളിലേക്ക് പുതിയൊരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ആദ്യം ക്ലർക്ക് ഓർ ക്യാഷ്യർ തസ്തികയിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 063/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. ശമ്പളം 20,280 മുതൽ 54,720 രൂപ വരെയാണ് ലഭിക്കുക. ടോട്ടൽ 115 ഒഴിവുകൾ വന്നിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ് നടത്തുന്നത്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1984 1/1/2006 ഇടയിൽ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർ ഭിന്നശേഷി വിഭാഗക്കാർക്കൊക്കെ നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ട എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ അംഗീകൃത സർവകലാശാലയിൽ നിന്നും കൊമേഴ്സിലുള്ള ബിരുദം അല്ലെങ്കിൽ കോർപ്പറേഷൻ ഒരു പ്രത്യേക വിഷയമായി പഠിച്ച ആർട്സിലുള്ള ബിരുദാനന്തര ബിരുദമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദവും സഹകരണത്തിലുള്ള ഹയർ ഡിപ്ലോമ അല്ലെങ്കിൽ സഹകരണത്തിലും ബിസിനസ് മാനേജ്മെൻറ്റിലുമുള്ള ഹയർ ഡിപ്ലോമ, കേരള സംസ്ഥാന കോഓപ്പറേറ്റീവ് യൂണിയൻ്റെ HDC അല്ലെങ്കിൽ HDC&BM അല്ലെങ്കിൽ ദേശീയ സഹകരണ ട്രെയിനിങ് കൗൺസിലിൻ്റെ HDCM എന്നിവ അല്ലെങ്കിൽ സബോർഡിനേറ്റഡ് ജൂനിയർ പേഴ്സണൽ കോഓപ്പറേറ്റീവ് ട്രെയിനിങ് കോഴ്സ് വിജയകരമായി പൂർത്തിയായിരിക്കണം. കോർപ്പറേഷനുള്ള ജൂനിയർ ഡിപ്ലോമ അല്ലെങ്കിൽ കേരള കാർഷിക സർവകലാശാലയിൽ നിന്നുള്ള BSc കോർപ്പറേഷൻ ആൻഡ് ബാങ്കിങ് ബിരുദമുള്ളവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അടുത്തത് ഓഫീസ് അറ്റൻഡൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത്. 065/2024 ഇതിൻ്റെ കാറ്റഗറി നമ്പർ വരുന്നത്. 16,500 മുതൽ 44,050 രൂപ വരെയാണ് ശമ്പളം ലഭിക്കുക. ടോട്ടൽ 125 ഒഴിവുകൾ വന്നിട്ടുണ്ട്. നേരിട്ടുള്ള നിയമനമാണ്. പ്രായപരിധി വരുന്നത് 18 മുതൽ 40 വയസ്സ് വരെയാണ്. 2/1/1984 1/1/2006 ഇടയിൽ ഡേറ്റ് ഉൾപ്പെടെ ജനിച്ചവർക്ക് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ളവർക്കും മറ്റു പിന്നാക്ക വിഭാഗത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവർക്കും വിമുക്ത ഭടന്മാർ ഭിന്നശേഷി വിഭാഗക്കാർക്കൊക്കെ നിയമാനുസൃതമായി വയസ്സിളവ് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ വരുന്നത് 7ാം ക്ലാസ് പാസ്സായിരിക്കണം, എന്നാൽ ബിരുദധാരി ആയിരിക്കാൻ പാടില്ല. അപ്പോൾ ഇത്രയുമാണ് വേക്കൻസി ഡീറ്റെയിൽസ് വരുന്നത്. ഇനി ഇതിലേക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. കേരള PSCയുടെ വൺ ടൈം രജിസ്ട്രേഷൻ വഴി വേണം അപ്ലൈ ചെയ്യുവാൻ. www.keralapsc.gov.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഇതിലേക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇതിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. രജിസ്റ്റർ ചെയ്യാത്തവരാണെങ്കിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 15/5/2024 ബുധനാഴ്ച രാത്രി വരെയാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നോട്ടിഫിക്കേഷൻ നന്നായിട്ട് വായിച്ചു നോക്കിയതിന് ശേഷം അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും കൂടി ഉപകാരപ്പെടുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.